ചില പ്രവാസി സുഹൃത്തുക്കൾ അവർ വിദേശത്തേക്ക് മടങ്ങാനൊരുങ്ങുമ്പോൾ അവരുടെ അവസാന ദിനങ്ങളിലേക്ക്, അവസാന നിമിഷങ്ങളിലേക്ക് അവരെടുക്കുമ്പോൾ മക്കളോട് അവർ കാണിക്കുന്ന ഒരു പ്രത്യേകതരം വാത്സല്യമുണ്ട്. ഇണകളോട് അവർക്ക് തോന്നുന്ന ഒരു പ്രത്യേക ആർദ്രതയുണ്ട്. എന്താണ് അതിൻ്റെ കാരണമെന്ന് അന്വേഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിനൊരു കാരണം മാത്രമേ ഉള്ളൂ. ഇനി കുറച്ചു കാലത്തേക്ക് ഇവരെയൊക്കെ എനിക്ക് നഷ്ടമാകാൻ പോവുകയാണ്. ഇനി ഇവരുടെ സാന്നിധ്യം കുറച്ച് മാസങ്ങളോ വർഷങ്ങളോ എനിക്ക് അനുഭവിക്കാൻ സാധിച്ചെന്ന് വരില്ല. അതുകൊണ്ട് ഈ അവസാന സമയം ഏറ്റവും നല്ല രൂപത്തിൽ ഞാൻ അവരുമായി വർത്തിക്കേണ്ടതായിട്ടുണ്ട് എന്നൊരു തിരിച്ചറിവാണ് ഇത്തരം പ്രവാസികളെ ആ അവസാന നിമിഷത്തിൽ വളരെ ഹൃദയവിശാലതയുള്ള, ഏറെ സ്നേഹമുള്ള ആളുകളാക്കി മാറ്റുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ചില പിഴവുകൾ ഇണകളുടെ ഭാഗത്തു നിന്നോ മക്കളുടെ ഭാഗത്തു നിന്നോ വന്നു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ അത് പുറത്തു കൊടുക്കാൻ തയ്യാറാകും. അവർ ആത്മസംയമനം പാലിക്കുന്ന ആളുകളായിട്ട് മാറും. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതകാലം മുഴുവൻ ഇത്തരം ഒരു മനോഭാവത്തോടു കൂടി നമുക്ക് ജീവിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ നമ്മുടെ കുടുംബജീവിതം എത്ര മനോഹരമാകുമായിരുന്നു. അതിന് നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു ആയത്താണ് സൂറ ഫാത്തിറിലെ 11-ാമത്തെ ആയത്ത്. വമാ തഹ്മിലു മിൻ ഉൻസ വലാ തദഉ ഇല്ലാ ബിഇൽമി വമാ യുഅമ്മറു മിൻ മുഅമ്മരിൻ വലാ യുൻഖസു മിൻ ഉംരിഹി ഇല്ലാ ഫി കിതാബ്. അള്ളാഹു നമ്മെ ഉണർത്താണ്, ഈ ലോകത്ത് ഒരു സ്ത്രീയും ഗർഭം ധരിക്കുകയോ പ്രസവിക്കുകയോ ചെയ്യുന്നില്ല അള്ളാഹുവിൻ്റെ അനുവാദത്തോടും അറിവോടും കൂടി അല്ലാതെ. അതോടൊപ്പം പടച്ചവൻ ഉണർത്തുന്ന മറ്റൊരു കാര്യം വമാ യുഅമ്മറു മിൻ മുഅമ്മരിൻ വലാ യുൻഖസു മിൻ ഉംരിഹി ഇല്ലാ ഫി കിതാബ്. ഒരാൾക്കും ഈ ലോകത്ത് ദീർഘായുസ് ലഭിക്കുന്നില്ല, അവരുടെ ആയുസിൽ കുറവ് വരുന്നുമില്ല, അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ കൃത്യമായി അത് രേഖപ്പെടുത്തി വെക്കപ്പെട്ടിട്ടല്ലാതെ. ചില സൂക്ഷ്മ നിരീക്ഷകരായ ഖുർആൻ വ്യാഖ്യാതാക്കൾ എന്തുകൊണ്ടാണ് അള്ളാഹു നമ്മുടെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് ഉണർത്തിയ തൊട്ടുടനെ, അതല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ ഗർഭധാരണത്തിലും അവരുടെ സൃഷ്ടിപ്പിലും നമുക്ക് യാതൊരുവിധ പങ്കുമില്ല എന്ന് നമ്മെ ഉണർത്തിയ തൊട്ടുടനെ ആയുസ്സിനെ സംബന്ധിച്ച് പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് അവർ ആശ്ചര്യപ്പെടുന്നുണ്ട്. എന്നിട്ട് ആ പണ്ഡിതന്മാർ പറഞ്ഞു വെക്കുന്ന ഒരു മറുപടി കൂടിയുണ്ട് അതിന്. അവർ പറഞ്ഞത് യഥാർത്ഥത്തിൽ അള്ളാഹു നമുക്ക് നൽകുന്ന ഈ അനുഗ്രഹത്തെ ഏറ്റവും നല്ല രൂപത്തിൽ നമുക്ക് വിലമതിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ സത്യത്തിൽ അവരുടെ സൃഷ്ടിപ്പിൽ മാത്രമല്ല നമുക്ക് പങ്കില്ലാത്തത്, ആയുസ്സിൻ്റെ കാര്യത്തിലും നമുക്ക് യാതൊരുവിധ പങ്കുമോ കൈകടത്തലോ ഇല്ല എന്ന തിരിച്ചറിവ് കൂടി നമുക്ക് വേണ്ടതായിട്ടുണ്ട്. അതാണ് അള്ളാഹു ഈ ആയത്തിലൂടെ നമ്മെ ഉണർത്തുന്നത് എന്നവർ പറഞ്ഞു വെക്കാം. ചെറുപ്രായത്തിൽ തന്നെ മക്കൾ നഷ്ടപ്പെട്ടു പോയ ചില മാതാപിതാക്കൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും. അതികഠിനമായ വേദനയാണത്, പരീക്ഷണമാണത്. ആ മാതാപിതാക്കൾ ഒരിക്കലും നഷ്ടപ്പെട്ടു പോയ തങ്ങളുടെ മക്കളെക്കുറിച്ച് പറയുമ്പോൾ അവരുടെ പോരായ്മകൾ പറയുന്നതായിട്ടോ അവരെ മറ്റു കുട്ടികളുമായി താരതമ്യം ചെയ്യുന്നതായിട്ടോ നമ്മൾ കാണാനിടയില്ല. മറിച്ച് അവരുടെ നല്ല ഓർമ്മകളെയാണ് അവർ അയവിറക്കുക. എന്നാൽ മക്കൾ ജീവിച്ചിരിക്കുമ്പോൾ അധികം മാതാപിതാക്കളും അവരുടെ നന്മകളേക്കാൾ കൂടുതൽ അവരുടെ പോരായ്മകളും കുറവുകളുമാണ് കാണുക. അവരെ സംബന്ധിച്ച പരാതികൾ മാത്രമാണ് അവർക്കുണ്ടാവുക. പലപ്പോഴും മറ്റു കുട്ടികളുമായി അവർ അവരെ താരതമ്യം ചെയ്തുകൊണ്ടേയിരിക്കും. എന്തുകൊണ്ടാണ് മരണപ്പെട്ടു പോയ മാതാപിതാക്കളേതുപോലുള്ളൊരു നിലപാട് ഈ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ സ്വീകരിക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മക്കളുടെ ആയുസ് എൻ്റെ കൈകളിലാണ്, അത് ഇപ്പോഴൊന്നും നഷ്ടപ്പെട്ടു പോവുകയില്ല എന്ന വലിയൊരു തെറ്റിദ്ധാരണയാണ്. ആ തെറ്റിദ്ധാരണയാണ് യഥാർത്ഥത്തിൽ നേരത്തെ ഓതിവെച്ച സൂറ ഫാത്തിറിലെ 11-ാം വചനം തിരുത്തുന്നത്. അതുകൊണ്ട് ഏത് നിമിഷവും നിലച്ചുപോയേക്കാവുന്ന ഈ ഒരു ചെറിയൊരു ജീവിതത്തിൽ ഈ ഒരു അനുഗ്രഹത്തെ വേണ്ടുവോളം നാം അനുഭവിക്കുക, ആസ്വദിക്കുക. നമ്മുടെ ഏറ്റവും നല്ല രൂപം മാത്രം അവർ കാണട്ടെ, അനുഭവിക്കട്ടെ.